ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബ്രോഡ്വേ, അതായത് MG റോഡിൽ നിന്ന് കയറിയിട്ടുള്ള ജ്യൂസ് സ്ട്രീറ്റ് തന്നെയല്ലേ ഇത്? ഹായ്, അത് കൊള്ളാം അല്ലേ? സൂപ്പർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജ്യൂസ് സ്ട്രീറ്റിലാണ്. ഞങ്ങൾ ആക്ച്വലി മേത്തർ ബസാറിൽ നിന്ന് ക്രിസ്മസ് ഷോപ്പിംഗ് ആൻഡ് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. പോണ വഴി ഒരു അടിപൊളി കട കണ്ടു, ലൈക്ക് ഫിൽഡ് വിത്ത് ലൈറ്റ്സ്. അപ്പോൾ അവിടെ ബാക്കിൽ ഒരു ട്യൂബ് ലൈറ്റ് കണ്ടുണ്ടോ? കുറേ നാളായിട്ട് നമ്മളത് നോക്കി കിടക്കണമായിരുന്നു. ഓൺലൈനിലൊക്കെ 1000 rupees ഒക്കെ കാണിച്ചു, ഇവിടെ 250 രൂപയ്ക്ക് കിട്ടി. നമ്മളപ്പോൾ ഇതിവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും മേത്തർ ബസാറിലോട്ട് പോകാം. ഗൈസ്, നമ്മൾ മേത്തർ ബസാറിൽ പോണതിന് മുന്നേ നമുക്കൊരു വാച്ച് മേടിക്കണം, റോഹൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാൻ വേണ്ടി. നമ്മളപ്പോൾ ഒന്ന് വേഗം GCD വന്നാൽ എൻ്റെ ബാക്കിൽ ഫുൾ ബ്ലോക്കാണ്. എങ്ങനെയോ ഇവിടെ വരെ എത്തിയത്. ഞാൻ ട്യൂബ് ലൈറ്റ് എടുത്തിട്ടില്ല, ഇനി അത് തിരിച്ചു പോയി എടുക്കണം. കയറി വരുമ്പോൾ തന്നെ ഒരു വാച്ച് സ്റ്റോർ ഉണ്ട്, ഇവിടെ തന്നെ നമുക്ക് നോക്കാം. The staff was too nice. നല്ല രീതിയിൽ നമുക്ക് പാക്ക് ചെയ്ത് തന്നു. ആൻഡ് ദിസ് ക്യൂട്ട് കവർ ഓൾസോ. ബൾബ് എടുത്തിട്ട് നമുക്കിനി മേത്തർ ബസാറിൽ പോവാം. കാരണം അല്ലെങ്കിൽ കട അടിച്ചു പോകും. കട 9 മണി വരെ ഉള്ളൂ. മേത്തർ ബസാർ പിന്നെ ഉണ്ടാവുമല്ലോ രാത്രി വരെ. ക്വിക്ക് ചേഞ്ച് ഓഫ് പ്ലാൻ, നമുക്കൊരു ഫോൺ കവർ കൂടി നോക്കണമായിരുന്നു. അപ്പോൾ അതേ പെൻഡാമേരിയയിൽ കൂടെ കയറിയിട്ട് നമുക്ക് പോവാം. നമ്മുടെ ജ്യൂസ് സ്ട്രീറ്റിലുള്ള ഹൗസ് ഓഫ് LED എന്ന് പറയുന്ന കട എന്നാണ് നമ്മൾ ട്യൂബ് ലൈറ്റ് എടുത്തത്. ആൻഡ് ഇറ്റ്സ് ഓൺലി 250 rupees. 250 രൂപയ്ക്ക് ഇത് എന്തായാലും കൊള്ളാം. നല്ല കടയല്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. ഗായ്സ്, നമ്മളിത് മേത്തർ ബസാറിൻ്റെ അവിടെ എത്തി. പ്രവാഹമാണ് ഇവിടെ. റോഹനാണെങ്കിൽ ട്യൂബ് ലൈറ്റ് പിടിച്ച് നടക്കണേ പാവം. പക്ഷെ ഇതിന് വെയിറ്റില്ല കേട്ടോ. മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടി റോട്ടിൽ നിന്നാണ് കയറിയത്. ഇവിടെ നിന്നേ തുടങ്ങണിയാണ് കട, പിന്നെ ഉള്ളിലോട്ട് കടകളുടെ മേളയായിരിക്കും. പക്ഷെ ഇവിടെ മൊത്തം കടകളാണ്. നമ്മൾ പുറത്തുനിന്ന് കയറുമ്പോൾ തൊട്ട് പിന്നെ ഉള്ളിലോട്ട് ഇങ്ങനെ കിടക്കണയാണ്. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ ഹിയർ മീ. കാരണം എനിക്കറിയാമായിരുന്നു മൈക്ക് വെക്കാതെ എന്തായാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അത് സീരിയസ് ആയിട്ടൊക്കെ 100 രൂപയാണ് ചെറുതിന്. ഇറ്റ് ഈസ് വെരി വർത്ത്. നിങ്ങളൊരു ബിഗ് ക്രിസ്മസ് ഷോപ്പറാണെങ്കിൽ മേത്തർ ബസാർ അത് എല്ലാം കിട്ടും, വിലക്കുറവിലും കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് പിന്നെ എവറി ഇയർ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുകൊണ്ടാണ് നമ്മൾ ലുലു മേടിച്ചത്. ഓ, ഇത് വ്യത്യാസമുണ്ട്. ഇത് ഇവിടെയുണ്ട് കേട്ടോ ട്യൂബ് ലൈറ്റ്. അത് നമ്മൾ മേടിച്ചത്. ദെയർസ് എ ഹ്യൂജ് ഡിഫറൻസ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. എല്ലാ വർഷവും മാറ്റി മാറ്റി ഉപയോഗിക്കാനാണെങ്കിൽ ഇതാണ് നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. ഞങ്ങൾ പിന്നെ മിക്ക വർഷവും ഉപയോഗിച്ച സാധനങ്ങൾ റീയൂസ് ചെയ്യും. സോ ക്വാളിറ്റി മാറ്റേഴ്സ് ടു അസ്. ഓ, ഇതെങ്ങനെയുണ്ട്, സോ ക്യൂട്ട്. ഇപ്പം തന്നെ ഒന്നും മേടിക്കുന്നില്ല, മൊത്തം ഒന്ന് നോക്കിയിട്ട് നിങ്ങളെയും കൂടി കാണിച്ചിട്ട് വീൽ ബൈ സംതിങ്. ഗൈസ്, ക്രിസ്മസ് ട്രീ ഒക്കെ 350 രൂപ മുതലുണ്ട് ഇവിടെ സ്റ്റാർട്ടിങ്. ഇതിനൊക്കെ വിലയുണ്ടാവും അത്യാവശ്യം. ഈ പുൽക്കൂട് മരത്തിൻ്റെയാണ്. ഞാൻ ഇതിൻ്റെ ഒരു സെറ്റിന് ഒരു 2000 വാങ്ങിയ 15000 അങ്ങനെ എന്തൊക്കെ ഞാൻ കണ്ടായിരുന്നു ഒരാളുടെ വീഡിയോ. ഇവിടെ നിന്ന് പപ്പക്കൊരു സ്റ്റാർ മേടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം ലുലുത്തിയാണോ ഇവിടെയാണോ ബെറ്റർ എന്ന് പ്രൈസ്. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ നിങ്ങൾ ഡു ചെക്കൗട്ട്. ഞാൻ ലുലുന്ന് കുറച്ച് ക്രിസ്മസ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഇവിടെ മൊത്തം സ്റ്റാർ. വിലയൊക്കെ ചെറിയ വ്യത്യാസമുള്ളൂ. ആ വലിയ നീട്ടുള്ള സ്റ്റാർ നമ്മൾ ലുലുന്ന് മേടിച്ച പോലത്തെ 200 രൂപ. സോ ഇറ്റ്സ് ചെറിയ ഡിഫറൻസ് ഉള്ളൂ. 200 രൂപ, ഏറ്റവും വലുതിന് 200 രൂപ. നല്ല രസമില്ലേ? അയ്യോ, എനിക്കിത് നല്ല ഇഷ്ടമായി. എനിക്കിത് ഇഷ്ടമായി. ഓക്കെ, ഈശോയും ഔസേപ്പിതാവും മദർ മേരിയും കൊള്ളാല്ലേ? കൊള്ളാട്ടോ, നല്ല വെറൈറ്റി സാധനം. ഇതിനൊക്കെ 200 രൂപക്ക് എനിക്കിഷ്ടമായി. നല്ല രസം. ഇത് തന്നെയാണ് മേടിച്ചത്. കൊള്ളാം, നല്ലതാ. എനിക്കിഷ്ടമായി. സ്റ്റാർ മേടിക്കണമെങ്കിൽ ഇതേ സെൻറ്റ് ബേസിൽ ടോയ്സ്. ഇവിടെ മൊത്തം സ്റ്റാർ. കടയൊക്കെ എന്ത് ഭംഗി. എല്ലായിടത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ഫുള്ള് നടന്നു തീരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ പൈസ കാലിയാവും. കുറേ കടകളുണ്ട്, നിങ്ങളെന്തായാലും നോക്കിയെടുക്കാം. ഇങ്ങനെ നടന്ന് നോക്കി അത്രയും കടകളാണ്. ഇതിപ്പോൾ ഞങ്ങൾ നേരെ മാത്രം നടക്കണം.
പക്ഷെ ഇതിൽ ഓരോ ആലിവേസ് പോലെ ഉണ്ട്. അവിടെ മൊത്തം സ്റ്റോഴ്സ്, പക്ഷെ അവിടെ ഒന്നും കയറാൻ പറ്റില്ല, അത്ര തിരക്കാ. പ്രൈസ് 2000 രൂപയുടെയൊക്കെ സെറ്റാണിത്. ബ്രോഡ്വേ നിന്നൊക്കെ കയറണമെങ്കിൽ ഈ വഴിയായിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ ജ്യൂസ് സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് കയറിയുണ്ട്, നമ്മൾ അവിടെ നിന്നാണ്. ഇനി നമുക്ക് തിരിച്ചു പോകാം. പ്രൈസ് 750 rupees. സാൻഡ ഡൂയിങ് എക്സസൈസ്. അത് മേടിച്ചാലോ? അതെനിക്ക് ഇഷ്ടമായി. ഈ കടയിൽ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ടാലും അറിയാം നല്ല ക്വാളിറ്റി. എക്സ്പെൻസീവ് ആയിരിക്കും, ബട്ട് if you want good stuff you can come here. ഇവിടെ ബ്ലോക്കാണ്. Experience. We'll never do this again. ഈ കടയിൽ നിന്ന് നമ്മളുടെ ഉണ്ണീഷോടെ ഒരു സെറ്റ് മേടിച്ചു. കൊള്ളാട്ടോ. ഈ കടയുടെ പേരെന്താ? സ്റ്റാർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഈ ഉണ്ണീഷോ ഒക്കെ 60 rupees ഉള്ളൂ. പിന്നെ നമ്മളൊരു സെറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലാമ്പ് നോക്കണം. ഞാൻ ബാക്കി വീട്ടിൽ പോയിട്ട് വില വെക്കാൻ. ഇവിടെ ഗൈസ്, അങ്ങനെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് തളർന്ന് നമ്മുടെ അവനിൽ, നമ്മുടെ OG അവനാണ്, നമ്മുടെ ബ്രോഡ്വേയുടെ അവിടെയുള്ള അവനിൽ വന്നിരിക്കുകയാണ്. എന്തെങ്കിലും രോഹന് വിശക്കുന്നുണ്ട്, എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യ. എനിക്ക് ആക്ച്വലി ഈ അവൻ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. കാരണം എൻ്റെ മമ്മിക്ക് പണ്ട് ഇവിടെ കടയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ വിട്ട് വൈകുന്നേരം ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഞാനൊരു പിസ്സ ഇവിടുത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇവിടെ നിന്ന് പിസ്സ കഴിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഭയങ്കര വിലക്കുറവാണ്. 170, 180 ഉള്ളൂ. എന്നാലും വലിയ പിസ്സയല്ല, ഒരാൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. പിന്നെ ഇവിടുത്തെ OG ചിക്കൻ റോൾ. പണ്ട് ഞാൻ കഴിക്കുന്ന സമയത്ത് എൻ്റെ 25 രൂപ എന്തായിരുന്നു ചിക്കൻ റോളിൽ, ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. ബദാം മിൽക്ക് 50 രൂപ. ഇറ്റ് ഫീൽസ് ഗുഡ്. ബാക്കി എനിക്ക് തോന്നുന്നു നമ്മുടെ SH കോളേജിൻ്റെ അവിടെ അവിടെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. അവിടെ ഇതിനേക്കാൾ എക്സ്പെൻസീവ് ആണ്, പക്ഷേ നല്ല പ്രൈസാണ് അല്ലേ. നല്ല വർത്ത് ഫുഡാണ് കിട്ടുന്നത്. അടിപൊളി പ്രോപ്പർ പിസ്സ, പ്രോപ്പർ ബർഗർ. വേറൊരു അവനുണ്ട്. ഏത്? നമ്മുടെ അല്ല SHൻ്റെ അവിടെയുള്ളത് എനിക്കിഷ്ടം. വേറെ ഒരെണ്ണമുണ്ട്. എവിടെയാണോ നമ്മുടെ മൈതാനമൊക്കെ ഇല്ലേ, മൈതാനം TD ഹാളിൻ്റെ അവിടെ കായ്സ് ഒക്കെ ഇല്ല. അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലേ. എനിക്കങ്ങനെ സ്പോട്ടിനനുസരിച്ചാണ് ഇവർ റേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദ OG അവൻ. ഇവിടുത്തെ ഹണി ഗ്രേപ്പും അടിപൊളിയായിരുന്നു. ഇവിടുത്തെ അത് വേണമായിരുന്നോ? നമ്മളിവിടുത്തെ ബദാം മിൽക്കായിട്ട് പറഞ്ഞേ. ഐ മിസ് മമ്മ നൗ. ഗൈസ്, ആർ ബദാം മിൽക്ക് ഇസ് ഹിയർ. ഇത് പെട്ടെന്ന് കുടിക്കണം, അല്ലെങ്കിൽ പത വന്ന് മൊത്തം പോകും. It tastes just like old times. പണ്ടത്തെ ആ ടേസ്റ്റ് തന്നെയുണ്ട്. സോ ഗുഡ്, സോ ഗുഡ് അല്ലേ. നമുക്കെല്ലാം കൂടി ഒരു 390 rupees ആയുള്ളൂ, വിച്ച് ഇസ് ഗ്രേറ്റ് അല്ലേ. ഒരു റെഗുലർ സൈസ് പിസ്സ, ഒരു ചിക്കൻ റോൾ നോക്കട്ടെ. സെയിം ടേസ്റ്റ്. ഞാൻ ഓവറാവണിയല്ല കൈ, സത്യമായിട്ടും പണ്ടത്തെ ടേസ്റ്റ് തന്നെയുണ്ട്. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടുത്തെ ഫുഡ്. ഇടയ്ക്ക് മമ്മിയച്ഛൻ എറണാകുളത്ത് പോകണമെങ്കിൽ ഞാൻ പാർസലൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറയാം. ഗൈസ്, ദിസ് ഇസ് ആ പിസ്സ. കൊള്ളാമല്ലോ. ഇത് പറയണേ അഭിപ്രായം. നല്ല ചൂടുണ്ട്. Look at the cheese pull. How's it? Good? Let's try the pizza. This is actually. Oh, it's so huge. Super. Hi.
മതിയാ? ഷോർ? എവറിത്തിങ് ഈസ് ഡൺ. ഇറ്റ് വാസ് സോ ഗുഡ്. വയറ് നിറഞ്ഞു ആക്ച്വലി. സ്നാക്സ് കഴിക്കാൻ കയറിയത്, പക്ഷേ ഇറ്റ് വാസ് സോ ഗുഡ്. അതുപോലെ തന്നെ എനിക്ക് നോസ്റ്റുള്ളൊരു സംഭവമാണ് നമ്മുടെ ഇവിടുത്തെ കാരവൺ. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം. പണ്ടത്തെ അത്രയും ടേസ്റ്റ് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യാറില്ല. പണ്ട് പക്ഷേ എൻ്റെ കസിൻസ് എനിക്ക് അവിടുന്ന് സൺഡേ ഐസ്ക്രീം മേടിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ പക്കത്ത് ഇങ്ങനെ കുറേ റെഡ് ജെല്ലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഭയങ്കര നഷ്ടമുള്ള സംഭവം. ഐ വിഷ് ഐ വാസ് എ കിഡ്. നമ്മുടെ DJ ലൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കൊള്ളാട്ടോ, 250 റുപ്പീസിന്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ള അവർ LED സ്ട്രിപ്പ് പോലെ വെച്ചിട്ട് ഒരു ട്യൂബ് ലൈറ്റ് പോലെ ചെയ്തേക്കണേ. കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മ മേടിച്ച കടന്ന് അത് കഴിഞ്ഞ് നമ്മൾ മീത്ത ബസാറിൻ്റെ ഉള്ളിൽ പോയായിരുന്നു, പക്ഷെ അവിടെയും സെയിം പ്രൈസാണ്. ബട്ട് ഐ തിങ്ക് ദിസ് വൺ ഇസ് ബെറ്റർ. നൈസ്. പള്ളിപ്പെരുന്നാൾ മാറി നിൽക്കല്ലേ. ഇത് നമുക്ക് ലൈക്ക് മോഡ് മാറ്റാൻ പറ്റില്ല. അങ്ങനെയും കൂടി ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. പക്ഷെ 250 റുപ്പീസിന് ദിസ് ഇസ് വർത്ത്. ഇത് തന്നെ ഇങ്ങനെ കുറേ ടൈപ്പായിട്ട് തന്നെ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. സോ അടുത്ത സംഭവങ്ങൾ കാണാം ഇനി നമ്മൾ. നമ്മൾ വീട്ടിലെത്തി. നിങ്ങൾക്ക് എന്തൊക്കെയാണ് മേടിച്ചത് കാണിച്ചു തരാം. ഫസ്റ്റ് തിങ് നമ്മൾ മേടിച്ച ഈ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ലൈറ്റ് ചെയ്ത് നിൽക്കണ കാണാനായിരുന്നു അല്ലേ ഏറ്റവും ഭംഗി. ഇതിന് 200 റുപ്പീസാണ്. ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഫോർ ദാറ്റ് മണി. നല്ല ഭംഗിയുണ്ടോ അല്ലേ? പിന്നെ നമ്മൾ മേടിച്ചത് ഈ ഒരു കുഞ്ഞി കുഞ്ഞി സാധനങ്ങളുടെ ഒരു സെറ്റാണ്. ദിസ് ഹോൾ കോസ്റ്റഡ് us 510 റുപ്പീസ്, 510 രൂപയാണ്. ഇതിന് ഓരോ ഞാൻ ബ്രേക്ക് ചെയ്ത് പറഞ്ഞല്ല. ഈ കുഞ്ഞി ഏഞ്ചൽസ്, ഇതിൻ്റെ എല്ലാം ഞാൻ ക്ലോസപ്പ് കാണിക്കാം. കുഞ്ഞി ഏഞ്ചൽസിന് നമുക്ക് ആയിരിക്കുന്നത് 60 രൂപ, 60 റുപ്പീസ് പെർ പീസാണ്. പിന്നെ ഈ ഒരു ഹോൾ സെറ്റ്, ദിസ് ബ്യൂട്ടിഫുൾ സെറ്റ്, മുനീഷവും മദമേരിയും അസിപിതാവൊക്കെ ഈ ഒരു സെറ്റ് നമുക്ക് വെറും 200 റുപ്പീസ് ഗൈസ്. ഐ വാസ് ലൈക്ക് ഷോക്ക്ഡ്. കാരണം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. 200 റുപ്പീസിന് ഭയങ്കര ബർത്താണ്. ആ കടയിൽ കുറേ അധികം സെറ്റ്സ് ഉണ്ടായിരുന്നു. 300ൻ്റെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾ പുൽക്കൂടിൻ്റെ സെറ്റായിട്ടൊക്കെ മേടിക്കാൻ പറ്റുമായിരുന്നു. ആൻഡ് ഈ മാലാകുമാർ ആക്ച്വലി ഒരു ക്യൂട്ട് ക്യാരി ബാഗ് ഉണ്ട്. കുഞ്ഞ് ക്യാരി ബാഗിലാണ് വന്നത്. നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഇത് നല്ല സംഭവമായിരിക്കും കേട്ടോ. പിന്നെ ഒരു സ്മോൾ ടൈനി ക്രിസ്മസ് ട്രീ, സ്നോ ഒക്കെ ഉള്ള പോലത്തെ ക്രിസ്മസ് ട്രീ. ഇതിന് നമുക്ക് 50 രൂപ, 50 റുപ്പീസ് ആയുള്ളൂ. ദിസ് ഇസ് 200. ആൻഡ് ദെൻ ദിസ് ലാമ്പ്. ഈ ഒരു ലാമ്പിന് നമുക്ക് 140 റുപ്പീസ്, 140 രൂപയാണ് ആയത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ചേർച്ചിൻ്റെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ പാട്രീഡിനെ പോലത്തെ സാധാരണ. സോ ദിസ് ഹോൾ തിങ് 510 റുപ്പീസിന് ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നി. അത് മാത്രമല്ല, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കടക്കാം. വിച്ച് വൺ ഐ വുഡ് ചൂസ്, വെദർ ഐ ഗോ ടു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഓർ വെദർ ഐ ഗോ ടു ബ്രോഡ്വേ എന്ന് ചോദിച്ചാൽ കുറേ രണ്ടിനും ബോത്ത് ആർ ഗുഡ് പ്ലേസസ്. പക്ഷെ എനിക്ക് തോന്നിയത് രണ്ട് സ്ഥലവും രണ്ട് ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സിന് പറ്റിയതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാളിറ്റിയാണ് ക്വാണ്ടിറ്റീനേക്കാളും അല്ലെങ്കിൽ പ്രൈസിനേക്കാളും ക്വാളിറ്റി മാറ്റേഴ്സ്. ഐ തിങ്ക് യു ഷുഡ് ഗോ ടു ലുലു. പക്ഷേ അതിൻ്റെ അവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഇത്രയും വെറൈറ്റി സാധനങ്ങൾ കിട്ടില്ല. നമുക്ക് ലുലു ഈ ഒരു ക്രിസ്മസ് ട്രീയും ഈ 48 ഓർണമെൻറ്റ്സും പ്ലസ് നമ്മുടെ സ്റ്റാറും എല്ലാം കൂടി നമുക്ക് 1200 രൂപക്ക് കിട്ടി. ആൻഡ് ഞാൻ പോയപ്പോൾ അവിടെ ചെക്ക് ചെയ്തു, ഇത്രയും ക്വാളിറ്റി ഉള്ള ലൈറ്റ്സ് ഒന്ന് സൂം ചെയ്ത് ഒന്ന് കാണിച്ചോട്ടെ. ഇവിടെ ഒന്ന് നോക്കി, ഇത് നമ്മുടെ ഹോംമെല്ലിൻ്റെ ലൈറ്റ്സ് ആണ്. ഈ LEDs ഇതിൻ്റെ ഉള്ളിൽ സ്പാർക്കിൾ പോലെ അവർ ചെയ്തേക്കണേ. ഇതിന് നമുക്ക് 400 രൂപക്ക് ഞാൻ അവിടെ ഹോൾ പ്ലേസ് നോക്കി നിങ്ങൾക്ക് 100 രൂപ ആയിട്ട് സീരിയസ് ആയിട്ട് കിട്ടും. പക്ഷേ അത് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അടുത്ത പ്രാവശ്യത്തെ ക്രിസ്മസ് വരുമ്പോൾ ചീത്താക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരു ഹ്യൂജ് ഷോപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് ക്രിസ്മസിനെങ്കിൽ പോട്ടു മേത്ത ബസാർ നിങ്ങൾക്ക് ചീപ്പ് പ്രൈസിൽ കുറേ വെറൈറ്റി സാധനങ്ങൾ കിട്ടും. പക്ഷേ ഡിസ്ക്ലെയിമർ, തിരക്ക് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അവിടെ നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ബോയ്സിന് വരെ ആരൊക്കെ തോണ്ടിയിട്ട് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സൂക്ഷിക്കണം. എനിക്ക് ഭാഗ്യത്തിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഭയങ്കര ക്രൗഡായിരുന്നു. ലൈക്ക് ശ്വാസം മുട്ടണ പോലത്തെ ക്രൗഡായിരുന്നു.
പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ കാണാൻ ഇത്രയും സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ ലിറ്റപ്പായിട്ട്. കുറേ പിള്ളേരൊക്കെ ലൈക്ക് ടൂറിസ്റ്റ് പോലത്തെ പിള്ളേർ അത് കാണാൻ വേണ്ടി മാത്രം വന്നവരുണ്ട്. പിന്നെ എന്നെ പോലത്തെ കുറേ വീഡിയോ എടുക്കാവുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ എനിക്ക് ഓണസ്റ്റ്ലി തോന്നുന്നത് പ്രൈസിൽ തമ്മിൽ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ട്രീക്ക് മേത്തർ ബസാറിൽ 350 രൂപയാണെങ്കിൽ ലുലുവിൽ 400 രൂപ. ഇതിൻ്റെ ക്വാളിറ്റി അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ക്വാളിറ്റി. ലൈറ്റിന് 400 രൂപ, ഇത്ര നല്ല ലൈറ്റിന് അവിടെ ഒരു 300 രൂപക്ക് കിട്ടുമായിരിക്കും. പക്ഷെ ഞങ്ങളിപ്പോൾ ഇത് അടുത്ത വർഷം യൂസ് ചെയ്യാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ലല്ലോ ലുലുന്ന്. അല്ലാതെ ഇപ്പോൾ എല്ലാ പ്രാവശ്യവും വെറൈറ്റി സാധനങ്ങൾ പിടിക്കുന്നവർ ഡു ഗോ ടു മേത്തർ ബസാർ അല്ലേ. അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടമായി. പക്ഷെ പോണ കാര്യം ഓർക്കുമ്പോൾ ഒരു പേടി, തിരക്ക് അല്ലേ. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് പർച്ചേസ്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് ഡബിൾ ടേപ്പ് ഇട്ട് ഇതൊന്ന് ഒട്ടിച്ച് വെക്കണം, നല്ല പറന്നൊക്കെ പോയാലും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്ലോസപ്പ്, ഒരു മൊണ്ടാഷ് പോലെ കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ ഡു സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ. ആൻഡ് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ലോട്ട്സ് ഓഫ് ലവ് ഫ്രം മീ ആൻഡ് മൈ ഫാമിലി. ബൈ.